തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിൽ നിന്ന് കണ്ടെത്തിയ സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹത്തിന്റെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായി. മൃതദേഹാവശിഷ്ടങ്ങൾ ഉടൻ പുറത്തെത്തിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. വിവരങ്ങളുമായി നീലഗിരിയിൽ നിന്നും അനൽക സെയ്ദാണ് ചേരുന്നത്. അനൽക, ഈ ഒരു മൃതദേഹം കാടിനുള്ളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അവിടെ ആണ് അനൽക ഉള്ളത്. 1.5 വർഷം മുമ്പ് മരിച്ച ഹേമചന്ദ്രന്റെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എപ്പോഴേക്കാണ് തുടർ നടപടികൾ, മൃതദേഹം അവശിഷ്ടം പുറത്തെത്തിക്കുന്നതടക്കമുള്ള നടപടികൾ തുടങ്ങുക? അതുപോലെ തന്നെ പ്രതി വിദേശത്തേക്ക് കടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, വിശദാംശങ്ങൾ നൽകാം. അതേ സംഗീത, ഈ കോഴിക്കോട് നിന്നും കാണാതായിട്ടുള്ള വയനാട് സ്വദേശി ഹേമചന്ദ്രൻ്റെ മൃതദേഹം തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിൽ നിന്നും കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടികൾ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഈ തമിഴ്നാട്ടിലെ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലൊക്കെ തന്നെ പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ മൃതദേഹ ഭാഗങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസും അതോടൊപ്പം തന്നെ കേരള പോലീസും സംയുക്തമായിട്ട് നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് നീലഗിരി ചെരുവീട് ഫോറസ്റ്റിൽ നിന്നും വനഭാഗത്തിൽ നിന്നും ഇത്തരത്തിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പ്രതികളാണുള്ളത്. ഇതിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രതിയുടെ സാന്നിധ്യത്തിലാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ ഫോറസ്റ്റിൽ നിന്നും ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചേരമ്പാടി ഫോറസ്റ്റിൽ നിന്നും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ബത്തേരി സ്വദേശികളായിട്ടുള്ള ജ്യോതിഷ്, അജേഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച 2 പേരാണ് പിടിയിലായത്. ഇതിൽ 3ാമത്തെ പ്രതി, മുഖ്യപ്രതി എന്ന് പറയുന്നത് നൌഷാദാണ്. നൌഷാദിന്റെ മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇയാൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. അതോടൊപ്പം തന്നെ നൌഷാദാണ് തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഹേമചന്ദ്രന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെയുള്ള പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും, ആംബുലൻസിൽ കൊണ്ടുപോകും. ഈ ദൃശ്യം കാണുന്ന പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസും തമിഴ്നാട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഇവിടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കി, അതായത് മജിസ്ട്രേറ്റിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ പരിശോധന പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഹേമചന്ദ്രന്റെ കൊലപാതകം എന്ന് പറയുന്നത് അദ്ദേഹം നിരവധി ആൾക്കാരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതാണ് ഈ കൊലപാതകത്തിന് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2024 ഏപ്രിൽ 20-നാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ കാണാതാകുന്നത്. മാർച്ച് 20-നാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. ഏപ്രിൽ 1-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന് ഹേമചന്ദ്രന്റെ ഭാര്യ സുബീഷ ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഹേമചന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ പോലീസിന് സൂചന ലഭിക്കുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ കൊലപാതക വിവരം പുറത്ത് വരികയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡും ഒക്കെ തന്നെ ടവർ ലൊക്കേഷനും ഒക്കെ പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ടവർ ലൊക്കേഷനിൽ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇത്തരത്തിൽ ഇതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ A ഉമേഷ്, ഇൻസ്പെക്ടർ PK ജിജിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ കൊലപാതകം എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കൊന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വിശദീകരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം വരേണ്ടത്. ഇതിന് നൽകേണ്ടത് മൃതദേഹം സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ ഏറെ നിർണായകമായിട്ടുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ളത്. തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിൽ നിന്ന് കണ്ടെത്തിയ സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹത്തിന്റെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായി. മൃതദേഹാവശിഷ്ടങ്ങൾ ഉടൻ പുറത്തെത്തിക്കും. ആ വിവരങ്ങളാണ് നീലഗിരിയിൽ നിന്നും അനൽക സെയ്ദ് നൽകിയത്.